ഹലോ മൈ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നല്ല നാടൻ ഞണ്ട് വരട്ടിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഒരു പാത്രം വെക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഇപ്പോൾ ഒന്ന് സ്ക്രീന് വാങ്ങിയത് വേറൊന്നുമല്ല കേട്ടോ, അപ്പുറത്ത് കുക്കർ വിസിലടിയുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയത് ഇടണം. അത് ചതുക്കുന്നതിനോടൊപ്പം ഞാൻ ചെറുള്ളി കൂടി ചതുക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് സെപ്പറേറ്റ് മുറിച്ചിടാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു വലിയ ഉള്ളി മുറിച്ചിട്ട് ഇടണം. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി വാട്ടിയെടുക്കണം. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കോട്ടോ, അടി പിടിക്കാണ്ട് നോക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി ഒന്നുകൂടി നല്ലോണം വാടണമെങ്കിൽ നിങ്ങൾ എന്ത് എടുക്കണം, ഉപ്പിടണം. ഇപ്പം തന്നെ ഉപ്പിട്ടേച്ചാൽ നന്നായിട്ട് വാടും. ഞാനിപ്പോൾ തന്നെ ഇടാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം വാടണം. നന്നായിട്ട് വാടിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അരമുറി തക്കാളി ഇടണം. അത് നന്നായിട്ട് കുനുകുനെ ചോപ്പ് ചെയ്തിട്ടുണ്ട്, അധികം ചോപ്പ് ചെയ്യണ്ട. അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ടത് നമ്മൾ ഇതിലിട്ട് നന്നായിട്ട് ഇളക്കാം. അത് അടി പിടിക്കും വേഗം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നോക്കണം. എന്നിട്ട് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ 2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടണം. ഈ കുരുമുളക് പൊടി മസ്റ്റാണ് കേട്ടോ, കാരണം ഇതിൻ്റെ ഒരു മെയിൻ തന്നെ കുരുമുളക് പൊടിയാണ്. ഇപ്പോൾ 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട്, പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇടുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 സ്പൂൺ ബീഫ് മസാല, അത് ഓപ്ഷണലാണ്, ഇടുന്ന ടേസ്റ്റ് അനുസരിച്ചിരിക്കും. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇടണം. മുളക് പൊടി അധികം വേണ്ട, ഇത് നന്നായിട്ട് കുരുമുളക് പൊടിയാണെങ്കിൽ മെയിൻ. അപ്പോൾ നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് അടിയെ പിടിക്കാതെ നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഞണ്ടിടുക. ഞാനൊരു 4 ഞണ്ടാണ് എടുത്തത്, വലിയ ഞണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എല്ലാം ഞണ്ട് ഇട്ടതിന് ശേഷം അതിലേക്ക് ഇത് നല്ല തിക്കാണല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിനി പാകത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം വീണ്ടും വേണേൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുത്ത് നമുക്കത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വറ്റട്ടെ. അപ്പോൾ നമ്മുടെ ഞണ്ട് വരട്ടി ഇവിടെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് വരട്ടി റെഡിയായി. അപ്പോൾ ഞാനിത് നേരത്തെ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.